Dear friends, welcome to this channel. ഇന്നത്തെ വീഡിയോ ഋഗ്വേദത്തിലൂടെ സഞ്ചാരം രണ്ടാം ഭാഗമാണ്. ഇതിൽ മണ്ഡലം 1 സൂക്തം 4 മുതൽക്കാണ് പറയാൻ പോകുന്നത്. സൂക്തം 4 10 സ്തുതിഗീതങ്ങളാണ് ഉള്ളത്. അതിൽ 1ഉം 2ഉം വായിച്ചു കഴിയുമ്പോൾ പശുക്കൾ അവരുടെ ധനമായിട്ടാണ് കണക്കാക്കിയിരുന്നത്. അക്കാലത്ത് പശു വളർത്തലും പശുക്കളെ സമ്പാദിക്കലും ഒരു മാർഗമായിരുന്നു, ധനത്തിനുള്ള ഒരു മാർഗമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. ഇന്ദ്രനോട് പശുക്കളെ നൽകാനും എതിരായി പ്രവർത്തിക്കാതിരിക്കാനും ഇവർ അപേക്ഷിക്കുന്നതായി ഈ 2 സ്തുതിഗീതങ്ങളിലും കാണാം. 3ലും 4ലും ഇന്ദ്രൻ്റെ ഗുണങ്ങൾ പാടി വാഴ്ത്തുകയാണ് ചെയ്യുന്നത്. 5ാമത്തെ സ്തുതിഗീതം വായിക്കുമ്പോൾ നാട്ടിൽ നിന്ദ്യർ ഉള്ളതായും അവരെ ഓടിക്കാനുള്ള ശ്രമവും ആരായുകയാണ് ചെയ്യുന്നത്. അക്കാലത്ത് ഇവരുടെ ശത്രുക്കൾ ഉണ്ടായിരുന്നതായി കണക്കാക്കാം. 6, 7 ഇവയും ഇന്ദ്രനെ സ്തുതിക്കുന്നതാണ്. ഇന്ദ്രന് അനന്തയജ്ഞങ്ങൾ ഉണ്ടെന്നും ശതക്രുതു അനന്തയജ്ഞങ്ങളുണ്ടെന്നും അനന്തയജ്ഞങ്ങളുടെ പിതാവാണ്, നോക്കി നടത്തുന്ന ആളാണ് എന്നൊക്കെ പറയുന്നു. അതേസമയം ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവനായും ഇന്ദ്രനെ വാഴ്ത്തുന്നു. 8ലും 9ലും യുദ്ധം ജയിക്കണമെങ്കിൽ ഇന്ദ്രൻ്റെ സഹായം അനിവാര്യമാണെന്നും അതുകൊണ്ട് തന്നെ ഈ യാഗങ്ങളിൽ ഇന്ദ്രൻ വന്ന് ഇവരുടെ നിവേദ്യം സ്വീകരിക്കാനും ആവശ്യപ്പെടുകയാണ്. ഇക്കാലങ്ങളിൽ ജനങ്ങളിൽ യുദ്ധഭീതി ഉണ്ടായിരുന്നതായി കരുതാം. യുദ്ധങ്ങളെ ജയിക്കാൻ ഇന്ദ്രന് ശക്തി കിട്ടാൻ സോമരസപാനം കൊണ്ട് സാധിക്കുമെന്നാണ് ഇവരുടെ വിശ്വാസം. 10ാം സ്തുതിഗീതത്തിൽ ഇന്ദ്രനെ കൂടുതൽ എല്ലാവരും സ്തുതിക്കണമെന്നും ഇന്ദ്രായ ഗായത, ഇന്ദ്രൻ ധനത്തെ നൽകുന്നവനും സംരക്ഷിക്കുന്നവനും എല്ലാമാണ് എന്ന് പറയുന്നു. അടുത്തത് സൂക്തം 5ആണ്. സൂക്തം 5ലും 10 സ്തുതിഗീതങ്ങളാണ് ഉള്ളത്. 1ലും 2ലും ഒന്നിച്ചിരുന്നുള്ള സ്തുതിഗീതം ചൊല്ലൽ കൊണ്ട് ഇന്ദ്രൻ അവരെ സഹായിക്കുമെന്ന് പ്രത്യാശിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിച്ചു വേണം സ്തുതിഗീതം ചൊല്ലാൻ എന്ന് ഇവർ ആവർത്തിച്ച് പറയുന്നു. 3ൽ ഇന്ദ്രനാണ് ജീവിതത്തിൻ്റെ വെളിച്ചവും ഊർജവും നൽകുന്നത്. അങ്ങനെ ധനവും സന്തോഷവും ശക്തിയും അറിവും പ്രദാനം ചെയ്ത് ഇന്ദ്രൻ സഹായിക്കുമെന്ന് ഇവർ പ്രത്യാശിക്കുന്നു. 4ൽ ശത്രുക്കൾക്ക് ഇന്ദ്രൻ്റെ ശക്തിയെ തടുക്കാൻ കഴിയില്ല എന്ന സൂചനയാണ് നൽകുന്നത്. അടുത്ത 5 മുതൽ 10 വരെ ഉള്ള സ്തുതിഗീതങ്ങളിൽ ഇന്ദ്രനാണ് ഞങ്ങളെ സംരക്ഷിക്കുന്നതെന്നും ആരും തന്നെ ഞങ്ങളുടെ ശരീരത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒഴിവാക്കുക എന്നും ഇവർ ആശിക്കുന്നത്. അതായത് ശത്രുക്കളെ ഇന്ദ്രൻ ഇല്ലായ്മ ചെയ്യും എന്നാണ് ഇവരുടെ പ്രത്യാശ. ഓക്കെ, താങ്ക് യു.